നാളെ നമ്മുടെ പെരവാസ്തുവല്ലേ, അത് ഞാനല്ല പറയുന്നത്, ഇദ്ദേഹത്തിന്റെ വീടല്ലേ. ഇത് രവിചേട്ടന്റെ വീടാണ്. അതെ, ഉല്ലാസേട്ടൻ പറഞ്ഞത് രവിചേട്ടന്റെ വീടാണ്. ഞാൻ ഇനി എന്റെ നമുക്കെല്ലാം ഒരു സമയത്ത് ഒരാള് രക്ഷനായിട്ട് എവിടെയെങ്കിലൊക്കെ വരുന്നു പറയൂലേ, അമ്മയുടെ ഒക്കെ പ്രാർത്ഥന ഉണ്ടാവും. അതെ, ഞങ്ങളുടെ ദൈവമാ. ഭംഗിന്ന് പറഞ്ഞാല് ഞാൻ അതിനകത്ത് കണ്ണുവെക്കും, അതുകൊണ്ട് ഞാനത് പറയുന്നില്ല. ഞാൻ തന്നെ കണ്ണുവെക്കും എന്റെ വീട്ടിൽ അല്ലേ. നമ്മൾ സോഷ്യൽ മീഡിയ അറിയാതെ കുറച്ച് കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്നുണ്ട്. കുട്ടികളെ പുതിയൊരാളെ കൂടെ നമ്മൾ എടുക്കാനായിട്ട് ഉദ്ദേശിക്കുന്നുണ്ട്. ശരി ശരി. ഇത് ക്രൗഡ് ഫണ്ടിങ് അങ്ങനെ എന്തെങ്കിലും ഒക്കെ അങ്ങനെയൊന്നുമില്ല. നമ്മുടെ സ്വന്തം അധ്വാനത്തിൽ നിന്നുണ്ടാകുന്നതിനകത്ത് തുച്ഛമായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ മറ്റുള്ളവർക്ക് വേണ്ടി വിനിയോഗിക്കുന്നത് മാത്രമേ ഉള്ളൂ. നമ്മുടെ കൂടെ ഒരു 100-120 വർക്കേഴ്സ് ചെയ്യുന്നുണ്ട്. അവരെല്ലാം വെറും സാധാരണപ്പെട്ടവരാണ്. നമ്മുടെ ഈ വീടിന് വേണ്ടി ഏറ്റവും കൂടുതൽ കഷ്ടപ്പെട്ടതും അവർ തന്നെ. ഇപ്പോൾ ഒരു 1000 രൂപ ശമ്പളം മേടിക്കുന്നവനും ഇവിടെ വന്ന് പണിയാൻ നേരം 500 മേടിക്കത്തുള്ളൂ. നല്ലൊരു ടീം നമ്മുടെ കൂടെ. ഞാൻ ഇങ്ങനെ അന്വേഷിച്ചപ്പോ അവൻ കുറെ ആള് അവൻ തന്നെ വീട് വെച്ചിട്ട് 3 വർഷമായിട്ടുള്ളൂ. അല്ല, ഞാൻ 3 വർഷമായുള്ളൂ വീട് വെച്ചിട്ട്. അതും ഒരു 3 സെന്റിനകത്ത് ചെറിയൊരു വീടാണ്. വീട് വെച്ചിട്ട് കടം കയറി എന്നുള്ളൊരു പ്രശ്നം വരരുത്. പൈസ ബാക്കി വരും. അപ്പൊ നമ്മുടെ അടുത്തോട്ട് ഒരു ക്ലയന്റ് ഒരു 30 ലക്ഷം രൂപയുടെ വീട് ചോദിച്ച് വരുവാണെങ്കിൽ അത് 3 ബെഡ്റൂം ഒക്കെ 2 നിലയൊക്കെ ചോദിച്ചായിരിക്കും വരുന്നത്. ഞാനതൊരു 20 ലക്ഷം രൂപയ്ക്ക് ഒരു 3 ബെഡ്റൂം താഴെ തന്നെ ചെയ്ത് ക്ലിയർ ആക്കി സെറ്റായി കൊടുക്കും. 2 സെന്റ് ഉണ്ടെങ്കിൽ ഇതുപോലെ സാധനം ചെയ്യാം. ഇതുപോലെ ചെയ്യാൻ പറ്റും. 2 സെന്റ് ഉണ്ടെങ്കിൽ ഇതുപോലത്തെ ഒരു വീട്, നല്ല മനോഹരമായിട്ടുള്ള വീട് നമുക്ക് ചെയ്യാൻ പറ്റും. വാട്സാപ്പ് വഴി ഇംഗ്ലീഷ് പഠിക്കാൻ ഇംഗ്ലീഷ് കഫേ ഉള്ളപ്പോൾ ഇംഗ്ലീഷ് ഒരു വിഷയമേ അല്ല. ഇംഗ്ലീഷ് കഫേ പ്രസൻസ് യു ദ പെർഫെക്റ്റ് ഇംഗ്ലീഷ്. English Cafe. We present you the perfect English. WhatsApp now 9633888575. നമസ്കാരം, വെൽക്കം ടു ജാങ്കോ സ്പേസ്. ഇറ്റ്സ് മീ ശ്രീനാഥ് കെ ജനാർദ്ദനൻ. ഞാൻ ഒരുപാട് ഇൻ്റർവ്യൂസും സ്റ്റോറീസും ഒക്കെ ചെയ്തിട്ടുണ്ട്. വളരെ സന്തോഷത്തോടെ പ്രസൻറ്റ് ചെയ്യുന്നൊരു സ്റ്റോറിയാണിത്. ഈ സ്റ്റോറിയുടെ പുറകിലൊരു കഥയുണ്ട്. നമ്മുടെ ഉല്ലാസേട്ടൻ്റെയും രവിയേട്ടൻ്റെയും കഥയാണ്. നമ്മുടെ സ്വന്തം രവിയേട്ടന് ഹാർട്ട് പേഷ്യൻ്റാണ്. രവിയേട്ടന് ഒരു വീട് കിട്ടിയ കഥയാണ്. ഈ വീട് നൽകിയത് നമ്മുടെ ഉല്ലാസേട്ടനാണ് വീട് നൽകിയത്. ഇതിൻ്റെ പേരാണ് യൂടെക് ഹോം സൊല്യൂഷൻ. ഇതിൻ്റെ പേരിൽ നമുക്കൊരു വീട് നൽകിയിട്ടുണ്ട്. ഈ ചേട്ടന് വയ്യാതിരിക്കുമ്പോഴാണ് ഇദ്ദേഹത്തിൻ്റെ അടുത്ത് എത്തപ്പെട്ടത്. അങ്ങനെ ഒരു വീട്, മനോഹരമായിട്ടുള്ള ഒരു അടിപൊളി വീട് അങ്ങോട്ട് പണിത് നൽകി. ഇത് 3ാമത്തെ വീടാണല്ലോ ഇപ്പോൾ കൊടുക്കുന്നത്. ഓരോരുത്തർക്ക് കൊടുക്കുന്നുണ്ട്. ഇദ്ദേഹം എല്ലാ വർഷവും ഓരോന്ന് കൊടുക്കുന്നുണ്ട്. അധികം ആളുകളിലേക്ക് എത്തിയിട്ടില്ല. കാരണം അദ്ദേഹം ഫെയിം അല്ല ആഗ്രഹിക്കുന്നത്, ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ കണ്ടെത്തി വന്നതാണ് ഇങ്ങോട്ടേക്ക്. അപ്പോൾ എന്തായാലും വളരെ സന്തോഷമുള്ള ഒരു മുഹൂർത്തമാണ് നാളെ ഇവിടെ നടക്കാൻ പോകുന്നത്. അപ്പോൾ ഇതിൻ്റെ വിശേഷങ്ങൾ നമുക്കൊന്ന് കണ്ടിട്ട് വരാം. അപ്പൊ എന്താണ് ആക്ച്വലി പറ്റിയത്? വയ്യായിരിക്കും. എനിക്ക് 2020 അറ്റാക്ക് ഉണ്ടാകുന്നത്. അറ്റാക്ക് ഉണ്ടായി ഹോസ്പിറ്റലിൽ പോയി. അന്നേരം അവിടുന്ന് ട്രീറ്റ്മെൻ്റ് ഒക്കെ വെച്ച് കഴിഞ്ഞിട്ട് ഞാനിങ്ങ് വീട്ടിൽ വന്നു കഴിഞ്ഞപ്പോഴും എനിക്ക് വല്ലാത്ത അസ്വസ്ഥതയുണ്ടായിരുന്നു. ഒരു 2-3 വർഷം ഞാൻ മരുന്ന് കഴിച്ചുകൊണ്ടിരുന്നു. അത് കഴിഞ്ഞ് ഞാൻ പിന്നെ ആൻജിയോഗ്രാം ചെയ്തു, കോട്ടയത്ത് പോയി. അതറിയാം ഉണ്ടോ ഇല്ലയോ എന്നറിയാം എന്ന് വിചാരിച്ചു. അവിടെ ചെന്നപ്പം 4 ബ്ലോക്ക്, അത് 100% 2 അങ്ങനെ ആകെ പ്രശ്നത്തിലായി. സാമ്പത്തിക ബുദ്ധിമുട്ട്, ചെയ്യാൻ പൈസ ഇല്ല, ആകെ വിഷമിച്ചു. അങ്ങനെ ഇരുന്നപ്പോഴാണ് ഇദ്ദേഹം ഉല്ലാസ് സാറ് ഇങ്ങനെ ആരോ പറഞ്ഞറിഞ്ഞ് അദ്ദേഹം വന്ന് നമ്മുടെ ആ ഷെഡിൽ അന്ന് താമസിക്കുന്നത്. പിന്നെ ഓപ്പറേഷൻ കഴിഞ്ഞ് വന്ന് കിടക്കാനുള്ള ഇടവുമില്ല. ഇങ്ങനെ വന്ന് അവിടെ താമസിക്കുന്നത്. ഇദ്ദേഹം വന്ന് ഞങ്ങളെ മറ്റൊരു വീട്ടിലേക്ക് മാറ്റി അവിടെ നിന്നപ്പം ഈ കാര്യങ്ങളൊക്കെ അറിഞ്ഞുകൊണ്ട് അവിടുത്തെ അമ്മയാണ് എനിക്ക് കുറച്ച് സ്വർണ്ണവും കുറച്ച് പൈസ എടുത്ത വീട്ടിൽ ഉല്ലാസാറിൻ്റെ കൂട്ടുകാരനാ. ഗോൾഡിൽ നിന്ന് കുറച്ച് പൈസ എന്നിട്ട് പറഞ്ഞ് രവിക്ക് ഒക്കുന്ന സമയത്ത് തന്നാൽ മതി എന്ന് പറഞ്ഞുകൊണ്ടാണ്. അങ്ങനെ ഞാൻ ബൈപ്പാസ് ചെയ്യാനും ആലപ്പുഴ പോകുന്നതും നമ്മുടെ അടുത്ത് പറയാതിരിക്കാൻ പറ്റാത്ത ഒരാളുണ്ട്, ഞങ്ങളുടെ ആനന്ദക്കുട്ടൻ ഡോക്ടർ. അദ്ദേഹമാണ് ഇത് ചെയ്തത്. നമ്മൾ പൈസ കൊടുത്താണ് ചെയ്യുക, കാർഡില്ലായിരുന്നു, അതുകൊണ്ട് പൈസ കൊടുത്താണ് ചെയ്തത്. അത് കഴിഞ്ഞ് വന്ന് കിടന്നപ്പോൾ ഉല്ലാസ് ഭായിയുടെ കൂട്ടുകാരൊക്കെ വന്ന് പിന്നെയും സഹായിച്ചായിരുന്നു. അത് കഴിഞ്ഞ് വന്നിട്ട് പറഞ്ഞ് രവി ചേട്ടനൊരു വീട് വെച്ച് തരാമെന്ന്. ഞാനാകെ പറയാൻ പറ്റാത്ത ഒരവസ്ഥയിലായിപ്പോൾ. അത് വലിയ പ്രതീക്ഷ എനിക്കില്ലായിരുന്നു.
കാരണം വെച്ചാൽ ഒരാൾ വന്നിട്ട് പെട്ടെന്ന് ഒരു സിമെന്റ് മേടിച്ച് തരാത്ത ഒരാൾക്ക് തരത്തില്ല. ഒരു നാടല്ലെന്നല്ല, എല്ലാവർക്കായാലും ഒരാൾക്ക് കൊടുക്കാൻ പറ്റുന്നില്ല ഒന്നും. അങ്ങനെയുള്ള ഒരു ഏരിയ അല്ലെങ്കിൽ ഒരു സ്ഥലത്ത് പെട്ടെന്നൊരു വീട് വെച്ച് തരാമെന്ന് പറയുമ്പോൾ നമ്മളെന്താ വിചാരിക്കണ്ടേ? അത് സന്തോഷത്തോട് അത് ഉൾക്കൊണ്ടു, അത്രേ ഉള്ളൂ. അത് കഴിഞ്ഞപ്പോഴാണ് ഒരു ദിവസം വന്നിട്ട് പറഞ്ഞ് രുചിയുടെ ഇതുപോലെ വേണ്ട നാളെ കല്ല് ഇടണം, അവിടം വരെ ഒന്ന് വരണമെന്ന്. അങ്ങനെ വയ്യായിരുന്നു എങ്കിലും ഞാനിവിടെ വന്നു. ഇവിടെ വന്നപ്പോൾ ശരിയാ സംഭവം. അവിടുന്ന് തുടങ്ങി. അന്ന് ഇവിടെ കാടാ മൊത്തം വെട്ടി തെളിച്ച് ടാക്കയെന്ന് പറഞ്ഞു പെട്ടെന്നാ പണി അങ്ങോട്ട് പോയത്. പക്ഷെ ഓണത്തിന് തരുമെന്നും പറഞ്ഞുകൊണ്ടാണ് ഇരുന്നത്. പക്ഷെ അപ്പോഴത്തന്നെ വെള്ളത്തിന്റെ മഴയുടെയും കറണ്ടിന്റെ ഒക്കെ പ്രശ്നങ്ങളുണ്ട്. അതാ ഇത്രയും താമസിച്ചു. എന്നിട്ട് ഞങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല, വെള്ളത്തിലെ ഒഴുക്ക് പോലെ കാര്യങ്ങൾ ഇത്ര പെട്ടെന്ന് ഭംഗിന്ന് പറഞ്ഞാല് ഞാൻ അതിനെ കണ്ണുവെക്കും. അതുകൊണ്ട് ഞാനത് പറയുന്നില്ല. ഞാൻ തന്നെ കണ്ണു വെക്കും എന്റെ വീട്ടിൽ. അതിനാ ഞാനാണെങ്കിൽ സാധനം കെട്ടി തൂക്കി കണ്ണ് പറ്റാണ്ടിരിക്കട്ടെ, ഞാൻ തന്നെ വെച്ചു പോകുന്നു അറിയാതെ കണ്ണ്. എന്തായാലും വീട്ടില് പിന്നെ അമ്മയും വൈഫുണ്ട്, എല്ലാവരും. ഞാൻ ഡ്രൈവറായിട്ട് പോകുന്നു. ഇപ്പം ചെറുപുഷ്പ സ്കൂളിലാണ്. സുഖമില്ലാത്തതുകൊണ്ട് ഫുൾ ടൈം ജോലി ചെയ്യാൻ പറ്റുന്നില്ല. അങ്ങനെ കഴിഞ്ഞു ഇങ്ങനെ മുന്നോട്ട് പോകുന്നു. നാളെ നമ്മുടെ പെരവാസ്തുലി അല്ലേ, അത് ഞാനല്ല പറയുന്നത്, ഇദ്ദേഹത്തിന്റെ വീടല്ലേ. ഇത് രവിചാറിന്റെ വീടാണ്. അതെ, ഉല്ലാസേട്ടൻ പറഞ്ഞത് രവിചാറിന്റെ വീടാണ്. ഞാൻ ഇനി എന്റെ അയ്യോ ഇത് ഒരു സന്തോഷമുള്ള ഒരു മുഹൂർത്തമാണ് നാളെ. ഒന്നാ നിങ്ങൾക്ക് വയ്യാതിരിക്കുകയാണ്, എല്ലാം മാറി ഇപ്പത്തെ ഒരു ആശ്വാസമായിട്ടുള്ള ദിവസങ്ങളാണ് ഇനി വരാൻ പോകുന്നത്. ജീവനോടത്തോളം മറക്കത്തില്ല, ആരും മറക്കൂല, ഞങ്ങൾ ആരും മറക്കൂല. പറഞ്ഞോണ്ട് ജീവൻ അത് പറഞ്ഞു കരയല്ലേ ആൾക്കാർ എന്നെ തെറി വിളിക്കും. മര്യാദക്കിരിക്കണ ചേട്ടനെ പോയി കരയിപ്പിച്ചിട്ട് സമാധാനമായില്ലടാന്ന് ചോദിക്കും. പോട്ടെ എന്തായാലും പിന്നല്ലാണ്ട് രവിയേട്ടാ ഒരു കാര്യം പറഞ്ഞേക്ക്. ഇപ്പൊ നമ്മുടെ ഏറ്റവും വലിയ ആഗ്രഹം എന്താ? സ്വന്തമായിട്ടൊരു വീട് വെക്കുക. അതിപ്പോ സാധിച്ചില്ല. എന്റെ ആഗ്രഹമായിരുന്നു ഏറ്റവും, ഇത് മാത്രമേ ഉള്ളൂ. അത് കഴിഞ്ഞില്ല. ജീവിക്കുന്ന വെച്ചാൽ അന്നന്ന് എങ്ങനെയും ഒക്കെ ജീവിച്ചു. പിന്നല്ല, എന്തായാലും നമ്മൾ നല്ലത് വിഷമം കൊണ്ടല്ല കരഞ്ഞത്, സന്തോഷം കൊണ്ടാണ്. സന്തോഷം കൊണ്ട് അത് മറക്കാൻ പറ്റത്തില്ല. അങ്ങേരോടുള്ള കടപ്പാട് ഉറപ്പായിട്ടും, തീർച്ചയായിട്ടും. എടാ എന്തായാലും വിഷമിക്കണ്ട. എന്തായാലും അമ്മയും വൈഫൊക്കെ ആയിട്ട് സുഖമായിട്ട് ഇനി താമസിക്കാൻ ഇപ്പൊ ഒരു വീടായി. പിന്നെ ഞങ്ങളുടെ നാട്ടുകാരെ കുറിച്ച് പറയാതിരിക്കാൻ പറ്റുന്നില്ല. കണ്ടില്ലേ, എല്ലാത്തിനും കട്ടയ്ക്കെന്ന് വെച്ചാൽ ഇവിടെ ഞാനില്ല, ഇവരൊക്കെ ഓടി വന്ന എല്ലാ കാര്യങ്ങളും ചെയ്യുന്നു പറയുന്നത് താക്കോലൊക്കെ വിട്ടിട്ടാ പോകുന്നത്. അവരെല്ലാം ഇവിടെ ആണെങ്കിലും കറണ്ടൊക്കെ നമ്മളിപ്പോ വീട് കാണാനായാലും ഒരു ദിവസം ഒരു 10 പേരെങ്കിലും വരുന്നുണ്ട്. എല്ലാരും വരുന്നുണ്ട്. വെറുതെ അല്ല, ഞങ്ങളുടെ സ്കൂളിലെ സജി അച്ഛനാണേലും ജെയിംസ് അച്ഛനാണേലും ക്രിസ്റ്റി അച്ഛനാണേലും അതൊക്കെ ഭയങ്കരമായിട്ട് പ്രാർത്ഥിക്കുകയും കാര്യങ്ങളും ഒക്കെ ചെയ്യുന്നു ഇദ്ദേഹത്തിന് വേണ്ടിയിട്ട്. കാരണം എനിക്ക് തന്നതിന് അവർക്ക് ഭയങ്കര സന്തോഷമാണ്. ഇതേപോലെ ഒരുപാട് ആളുകൾക്ക് വീടുകൾ വെച്ച് കൊടുക്കട്ടെ അല്ലേ, ഞങ്ങളുടെ സ്കൂളിൽ നിന്ന് ചെയ്യുന്നുണ്ട്. ഓക്കെ, എന്തായാലും ഇനി നമ്മുടെ ഉല്ലാസേട്ടൻ്റെ വിശേഷങ്ങളൊന്നും അറിയട്ടെ. എന്തായാലും ആദ്യം തന്നെ എൻ്റെ ഹാറ്റ്സ് ഓഫ് മാൻ, ഒരു രക്ഷയില്ല. എന്തായാലും വലിയ കാര്യങ്ങൾ ഇതിപ്പോൾ നമ്മൾ ചെയ്യുന്നത് എടുത്ത് വിളിച്ച് പറയുന്നതല്ല. കാരണം ഇങ്ങനെയുള്ള കാര്യങ്ങൾ ആളുകളിലേക്ക് എത്തണം. അതുകൊണ്ടാണ് ഇങ്ങോട്ട് നേരിട്ട് ഇങ്ങനെ ഒരു സംഭവം ഇവിടെ ഉണ്ടെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ ഇങ്ങോട്ട് വന്നത് തന്നെ. ശരിക്കും ഇപ്പം എങ്ങനെയാണ് രവിയേട്ടൻ്റെ ഇത് അറിഞ്ഞത്? എങ്ങനെയാണ്? നേരത്തെ നമ്മൾ 2 വീട് ഓൾറെഡി നേരത്തെ കൊടുത്തിട്ടുണ്ടായിരുന്നു. അത് പിന്നെ ആരും അറിയാൻ നിന്നിട്ടൊന്നുമില്ല, അങ്ങനെ കൊടുത്ത്. പിന്നെ നമ്മൾ നമ്മുടെ പേജിനകത്ത് ഇട്ടിട്ടുണ്ടായിരുന്നു വീടൊന്ന് സ്വപ്നം യാഥാർത്ഥ്യമാക്കുക. അതാണ് ഞങ്ങളുടെ ഒരു ആഗ്രഹം. നമ്മുടെ എല്ലാത്തിനും നമ്മൾ കൊടുത്തേക്കുന്ന അതാണ്. നമ്മളങ്ങനെ ഇട്ട് കഴിഞ്ഞപ്പോഴത്തേക്ക് ഒരു 10-30 പേരോളം നമ്മളെ സമീപിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മളെല്ലായിടത്തും പോയി നമ്മൾ അന്വേഷിക്കും. നമ്മൾ പോയി അന്വേഷിച്ചിട്ട് ഏറ്റവും അർഹതപ്പെട്ടവർക്ക് കൊടുക്കണമെന്നാണല്ലോ. അല്ലാതെ നമ്മളിപ്പോൾ ഒരിടത്ത് അന്വേഷിക്കാൻ പോകുമ്പോഴത്തേക്ക് അവിടെ അടുത്തുകാർ തന്നെ വന്നിട്ട് പറയും കൊടുക്കല്ലേ എന്ന് പറയും. അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളുണ്ടായിരുന്നു. അങ്ങനെല്ലാം അന്വേഷിച്ച് ഏറ്റവും അർഹതപ്പെട്ടെന്ന് രവിചേട്ടൻ അവിടെ ഒരു ഷെഡിലാണ് താമസിച്ചിട്ടുണ്ട്. അങ്ങനെയാണ് കണ്ടെത്തിയതും ബാക്കി കാര്യങ്ങൾ മുന്നോട്ട് പോയതും. എന്നുവെച്ചാൽ നമ്മളിപ്പോൾ യൂട്യൂബ് ഹോം സൊല്യൂഷൻസ് നമ്മളൊരു 8 വർഷമായി നമ്മുടെ കമ്പനി പ്രവർത്തിച്ച് തുടങ്ങിയിട്ട്. അന്നേരം നമ്മുടെ ഇൻസ്റ്റാഗ്രാം ആയാലും യൂട്യൂബ് ആയാലും ഏകദേശം നമ്മൾ 1 വർഷമായാലും നമ്മൾ ഇതിനകത്തോട്ട് ആക്റ്റീവായി തുടങ്ങിയിട്ട്. നേരത്തെ നമ്മുടെ പല ചാനലുകാരും വന്നിട്ട് നമ്മുടെ വീടിൻ്റെ എല്ലാം വീഡിയോസ് എടുത്ത് പോയി അങ്ങനെയാണ് പോയിക്കൊണ്ടിരുന്നത്. സ്വന്തമായിട്ട് തുടങ്ങിയിട്ട് ഏകദേശം 1 വർഷം ആവുന്നേ ഉള്ളൂ. അന്നേരം നമ്മുടെ കൂടെ ഒരു 100-120 വർക്കേഴ്സ് ചെയ്യുന്നുണ്ട്. അവരെല്ലാം വെറും സാധാരണപ്പെട്ടവരാണ്. നമ്മുടെ ഈ വീടിന് വേണ്ടി ഏറ്റവും കൂടുതൽ കഷ്ടപ്പെട്ടതും അവർ തന്നെയാണ്. ഞാൻ മുന്നിൽ നയിച്ചെങ്കിലും അവരാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു 1000 രൂപ ശമ്പളം മേടിക്കുന്നവനും ഇവിടെ വന്ന് പണിയാൻ നേരം 500 മേടിക്കത്തുള്ളൂ. അതാണ് ശരിക്കും ഇത് 3ാമത്തെ വീടല്ലേ? ബാക്കി 2 വീട് വെച്ച് കൊടുത്തത് ഒരാൾ പറഞ്ഞിട്ടില്ല കേട്ടോ. ഇങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ട്. ശരിക്ക്
ഉല്ലാസേട്ടൻ കുറെ കാലം വാടക വീട്ടിലല്ലേ താമസിച്ചിരുന്നത്? ഞാൻ ഇങ്ങനെ അന്വേഷിച്ചപ്പോ അവൻ കുറെ ആള് അവൻ തന്നെ വീട് വെച്ചിട്ട് 3 വർഷമായിട്ടുള്ളൂ. അല്ല, ഞാൻ 3 വർഷമായുള്ളൂ വീട് വെച്ചിട്ട്. അതും ഒരു 3 സെന്റിനകത്ത് ചെറിയൊരു വീടാണ്. പിന്നെ നമ്മൾ വാടകയ്ക്ക് താമസിച്ചതിൻ്റെ ബുദ്ധിമുട്ടെല്ലാം അറിയാം. പിന്നെ നമ്മളെ കൊണ്ട് ഇപ്പോഴല്ലേ ചെയ്യാൻ പറ്റത്തുള്ളൂ. ചെയ്യാൻ പറ്റുന്ന സമയത്ത് എന്ന് വെച്ചാൽ നമ്മൾ അധികം സമ്പാദ്യം കാര്യങ്ങളൊന്നും ഇല്ല. എന്നാലും ചെയ്യേണ്ടത് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ദൈവമായിട്ട് വർക്ക് കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മള് എല്ലാവരും അല്ലാട്ടോ പറയുന്നത്. എന്ത് കിട്ടിയാലും നമുക്ക് വേണ്ടി ഇങ്ങനെ സ്വരൂപിക്കുന്ന ഒരു കാലഘട്ടമാണ്. അവിടെയാണ് സ്വന്തം വീട് 3 സെന്റിനകത്താണ്. എന്നിട്ടാണ് അവിടുന്ന് പോയിട്ട് ഇപ്പോൾ 3 വീട് മറ്റുള്ളവർക്ക് വേണ്ടി വെച്ചു കൊടുത്തത്. എൻ്റെ പൊന്നെ, അത് വലിയൊരു കാര്യം തന്നെയാണ്. ഇതുകൊണ്ടൊക്കെ തന്നെയാണ് നിങ്ങളെ തപ്പി ഞങ്ങളിവിടെ വന്നത്. അടുത്ത വീട് അനൗൺസ് ചെയ്ത് അടുത്ത ആൾക്ക് അറിയപ്പെട്ട ആൾക്ക് അടുത്ത വീട് അനൗൺസ് ചെയ്ത്. ശരിക്കും ഇത് ഒരു കമ്പനി, ആ കമ്പനിയുടെ പേര് യൂടെക് ഹോം സൊല്യൂഷൻസ് മാവേലിക്കര. ആ കമ്പനി നമ്മുടെ സ്വന്തം അല്ലേ? അതെ, എൻ്റെ ഞാനും വൈഫും കൂടിയിട്ടാണ്. യൂടെക് ഹോം സൊല്യൂഷൻസ് മാത്രമേ ഉള്ളൂ. ഇപ്പോൾ നമ്മുടെ LLP ആക്കിയിട്ടുണ്ട്. ഞാനും വൈഫ് കൂടെ ഇത് ചെയ്തുകൊണ്ട് LLP ആക്കിയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ എന്തായാലും ഇതേപോലെ അറിയപ്പെട്ടവർക്ക് ഒരുപാട് വീടുകൾ നമ്മളിപ്പോൾ വെച്ച് കൊടുക്കാൻ പറ്റും. വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വയനാട് കുറേ കാര്യങ്ങൾ നമ്മൾ സോഷ്യൽ മീഡിയ അറിയാതെ കുറച്ച് കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്നുണ്ട്. അത് നമ്മൾ ഇപ്പൊ എന്തായിരുന്നു കുട്ടികളെ നമ്മളെ അറിയിക്കുന്നൊന്നുമില്ല. പിന്നെ ഇപ്പൊ നമ്മൾ ഒരു കുട്ടിയെ നമ്മൾ ഏറ്റെടുത്ത് പുതിയൊരാളെ കൂടെ നമ്മൾ എടുക്കാനായിട്ട് ഉദ്ദേശിക്കുന്നുണ്ട്. നമ്മൾ തെരഞ്ഞെടുത്ത് വെച്ചേക്കുവാണ്. അത് പിന്നീട് നമ്മൾ പറയാനിരിക്കുകയാണ്. ഇത് ഞാൻ പറയാം, ഇപ്പൊ കാലം അതായതുകൊണ്ട് ഞാൻ പറയാം. ഇപ്പൊ പലരും പറയും അപ്പൊ ഇതിൽ കൂടി ഇതിപ്പോ വിളിച്ചു പറയണല്ലേ എന്ന് ചോദിച്ച് കമന്റ് ഇടാൻ കുറച്ച് പേര് പറയും. എന്തോ ആയിക്കോട്ടെ, ചെയ്യുന്നുണ്ടല്ലോ, അതാണ് നിങ്ങൾ ഇത് അതിനു വേണ്ടി മാത്രം പ്ലീസ് ആരും അങ്ങനെ വിചാരിക്കരുത്. ഇത് ഞാനതിന് ഇദ്ദേഹത്തിന് എന്താ പറയുക അങ്ങനത്തെ മെസ്സേജ് മേടിച്ചു കൊടുക്കാൻ ഞാൻ ഒരു നിമിത്തം ആവരുത്. അങ്ങനെ ഒരു സിറ്റുവേഷൻ ഇവിടെ ഇത്രയും നല്ലൊരു മുഹൂർത്തമുള്ളതുകൊണ്ടാണ് ഞങ്ങളിവിടെ അദ്ദേഹത്തെ തപ്പി വന്നത്. ഇത് പല കാര്യങ്ങളും പറയില്ല എന്ന് പറഞ്ഞാണ് ഞങ്ങൾ നിർബന്ധിച്ച് പറയിപ്പിക്കുന്നതാണ്. പിന്നെ അതുപോലെ വിദ്യാർത്ഥികൾക്ക് പഠനം കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ വയനാട് കുറേ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടായിരുന്നു. വയനാട് പിന്നെ വീട് ചെയ്യണം എന്നുള്ളൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. പിന്നെ അത് സാധിച്ചില്ല. അതൊരു കാര്യം. ആരെങ്കിലൊക്കെ എപ്പോഴെങ്കിലും പറയാറുണ്ടോ, എടാ നീ ഇപ്പം ഈ ഒരു 3 സെന്റിൽ കിടക്കുന്ന നീ കുറച്ചും കൂടി നല്ലൊരു വീടൊക്കെ വെക്കും എന്നിട്ട് മറ്റുള്ളവരെ സഹായിക്കുന്നൊക്കെ ആരെങ്കിലൊക്കെ പറയാറുണ്ടോ? ഇല്ല, അങ്ങനൊന്നുമില്ല. എനിക്ക് എന്ത് തോന്നുന്നു അത് വൈഫിനോട് ആലോചിക്കും, മക്കളോട് ആലോചിക്കും. കൂടെ നിൽക്കുന്ന വൈഫാണ്. അത് വലിയൊരു കാര്യം. വൈഫിന്റെ പേരെന്ന് പറഞ്ഞാൽ അനിത. ചേച്ചിക്ക് ഒരു ബിഗ് സല്യൂട്ട്. ഇത്രയും നല്ലൊരു കാര്യത്തിന് ഇത്ര നല്ല സപ്പോർട്ട്. ആണോ? നമുക്ക് ഒരു യൂട്യൂബ് ചാനലുണ്ട്. ഇതല്ല ഇനി വേറൊരു കാര്യം പറയാനുള്ളത്. യൂടെക് ഹോം സൊല്യൂഷൻസിന്റെ ഏറ്റവും വലിയ പ്രത്യേകത, ഏറ്റവും കുറഞ്ഞ ബഡ്ജറ്റിൽ നമുക്ക് ഒരു 5 ലക്ഷം രൂപയ്ക്കും 6 ലക്ഷം രൂപയ്ക്ക് 7 ലക്ഷം രൂപയ്ക്കൊക്കെ വീട് പണിയുമ്പോൾ ആ വീട് കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു 10, 15, 20 ലക്ഷം രൂപയുടെ മതിപ്പ് തോന്നിക്കും. അത്രയും രസകരമായിട്ടാണ്. ഞാൻ ഇൻസ്റ്റയിൽ കുറേ ആ വീട് അങ്ങനെ നോക്കിയിട്ടാണ് നിങ്ങളുടെ ഡീറ്റെയിൽസ് എടുത്തത്. അപ്പോഴാണ് ഇങ്ങനെ ഒരു കാര്യം അറിഞ്ഞതൊക്കെ. അപ്പോൾ എന്തായാലും എല്ലാവരും ആ ഇൻസ്റ്റാ പേജൊക്കെ കയറി നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും എന്തായാലും. അതുപോലെ രവേട്ടാ, അമ്മ ഇവിടെ ഉണ്ട്, വൈഫുണ്ട്. നമുക്ക് അവരെ ഒന്ന് കണ്ടാലോ? അപ്പോൾ രവേട്ടൻ്റെ അമ്മേനെ വൈഫിനൊന്ന് കണ്ടിട്ട് വരാം. ഇതാണ് നമ്മുടെ സ്വന്തം വിജയമ്മ. വിജയമ്മേ, സന്തോഷമായില്ലേ? സന്തോഷമായി. എന്തായാലും ഒരു വലിയൊരു വിഷമമൊക്കെ ഉണ്ടായിരുന്നു. ആ ഒരു കാലഘട്ടമൊക്കെ കഴിഞ്ഞു ഇല്ലേ? ഇപ്പൊ നമുക്കിപ്പോ സ്വന്തമായിട്ടൊരു വീടൊക്കെ ആയി. ഇപ്പൊ എന്താ പറയാൻ തോന്നുന്നേ? ഭയങ്കര സന്തോഷം. ഇനി എന്തായാലും ഒരുപാട് പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. ഈ കുഞ്ഞാണ് അത്. നമുക്കെല്ലാം ഒരു സമയത്ത് ഒരാള് രക്ഷകനായിട്ട് എവിടെയെങ്കിലൊക്കെ വരുന്നു പറയൂലേ, അങ്ങനെ എത്തിയതാണ് അല്ലേ? ഓക്കെ, അപ്പൊ എന്തായാലും അപ്പൊ അമ്മയുടെ ഒക്കെ പ്രാർത്ഥന ഉണ്ടാവും. എപ്പോഴും ഉണ്ട്. സാധിക്കുന്നത് നമുക്ക് ഇങ്ങനെ നിൽക്കാൻ, ഇനിയുള്ള കാര്യങ്ങൾ ചെയ്യാൻ ഇവരെ കൊണ്ടുള്ള പ്രാർത്ഥനയാണ്. അന്നേരം കരയും. സ്നേഹമുള്ളോ എന്തോ ചെയ്തതിന്റെ സന്തോഷമോ എന്തോ. അതെ, ഇതേ നാളെ ഇവിടെ വലിയൊരു ഫംഗ്ഷൻ നടക്കാൻ പോവാ. നാളെ ഉല്ലാസഭായനെ കാണുമ്പോ തന്നെ കരയരുതിട്ടാ. ആൾക്കാർക്ക് അറിയില്ല സന്തോഷം കൊണ്ടാണ് എന്തുകൊണ്ടൊക്കെ അറിയണെന്ന് കേട്ടാ. അപ്പൊ ചുമ്മാ മനസ്സിലായി, വെറുതെ പറഞ്ഞല്ലേ. അപ്പൊ എന്തായാലും നല്ല അടിപൊളി വീടൊക്കെ കിട്ടിയിട്ടുണ്ട്. അപ്പൊ ഇനി സമാധാനമായിട്ട് കേട്ടോ പ്രാർത്ഥിച്ച് എല്ലാ ദിവസവും മര്യാദക്ക് കിടന്ന് ഉറങ്ങാൻ പറ്റിയൊരു വീടുമായി. ഇനി കെട്ടുറപ്പുള്ളൊരു വീട്. കണ്ട കെട്ടുറപ്പോടുകൂടി അതാണ് എടുത്തു പറഞ്ഞിട്ടുണ്ട്. അപ്പൊ എന്തായാലും ഇപ്പൊ ഈ ചേട്ടന് രവേട്ടന് ഇങ്ങനെ ഒരു അസുഖം വന്ന ടൈമിലൊക്കെ ഒരുപാട് വിഷമിച്ചായിരുന്നില്ലേ? പിന്നെ ഒരുപാട് വിഷമിച്ചു. രവേട്ടൻ പറഞ്ഞായിരുന്നു ആ ടൈമില് പലരും അതിന് ഒരുപാട് ഞങ്ങൾ കഷ്ടപ്പെട്ടു. എന്തായാലും കുഴപ്പമില്ല കേട്ടോ. കഷ്ടപ്പാടൊന്നും ഇല്ലാതെ നല്ല രീതിയിൽ മുന്നോട്ട് പോകാം. അതന്നെ, ഇതേപോലെ ആളുകൾ നമ്മുടെ ചുറ്റുമുള്ളപ്പോൾ നമ്മൾ ആരെ പേടിക്കാനാ കേട്ടോ. ധൈര്യമായിട്ടിരുന്നു കേട്ടമ്മ. ഓക്കെ ചേച്ചി, എന്താ ചേച്ചിയുടെ പേരെന്താ?
സിന്ധു ചേച്ചി എന്തായാലും ഹാപ്പി ആണല്ലോ. വളരെ വളരെ സന്തോഷം തോന്നുന്ന സമയമാണ് ഇപ്പൊ ഇത്. ദൈവത്തെ പോലെ ഞങ്ങള് ഉല്ലാസാറിനെ കാണുന്നു. അതെ അതെ, ഇദ്ദേഹം ഒരു തരത്തിലും ക്യാമറ മുമ്പിൽ വന്നിട്ടുണ്ടായിരുന്നില്ല. ഞങ്ങൾ ഈ കാര്യമായിട്ട് ഇങ്ങ് വന്നപ്പോ പിടിച്ചു നിർത്തിയതാണ്. നിങ്ങൾ പറഞ്ഞു എന്ന് മാത്രം പറഞ്ഞോളൂ. അങ്ങനെ പിടിച്ചു നിർത്തിയിട്ടാണ് നിങ്ങൾ ഇതുപോലെ ഈ വീഡിയോ ചെയ്യാൻ ഇവർ രണ്ടുപേരും വന്നപ്പോൾ പേരൊന്നും പറയണ്ട. അല്ല ഞാൻ വിചാരിച്ചു ഇദ്ദേഹം അല്ലെന്ന്. എന്നാ ഞാനന്ന് വിചാരിച്ചത് എന്ത് വീട് വെച്ചാൽ ഇദ്ദേഹം അല്ലെന്ന് വിചാരിച്ചു. അതുപോലെ പറയുന്നേ, എല്ലാരും അതുപോലെ വ്ളോഗ് എടുക്കാൻ രണ്ടുപേരും വന്നിട്ട് അവരാണ് വീട് വെക്കണെന്ന് വിചാരിച്ചത്. ഇപ്പൊ എല്ലാം പറഞ്ഞ് ഫലിപ്പിച്ചൊക്കെ വെച്ചേക്കും എല്ലാരോടും. ഓക്കെ, ഞങ്ങള് ദൈവമാ. അതെ, ഞങ്ങളുടെ ദൈവമാണ്. അപ്പൊ എന്തായാലും ഇതേപോലെ ധൈര്യമായിട്ട് മുമ്പോട്ട് പോയിക്കോ. ഇത്രയും ആൾക്കാരുടെ സപ്പോർട്ട് ഉണ്ട്. എന്തായാലും വലിയൊരു കാര്യം തന്നെയാണ് ഇപ്പൊ എന്തായാലും ചെയ്തതില്ല ചേട്ടാ. എന്തായാലും വളരെ വളരെ സന്തോഷം. ഒരിക്കലും ഒരു ദോഷം വരുത്തില്ല. അമ്മയുടെയൊക്കെ പ്രാർത്ഥന ഉണ്ടാവും കേട്ടാ. എന്തായാലും അമ്മ എപ്പോഴും ഉണ്ടാവും. ഒരിക്കലും ഞങ്ങൾ അപ്പൊ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു മൊമെന്റ്, അതായത് ഇത്രയും നല്ലൊരു മൊമെന്റ് ഇവിടെ നടക്കുന്ന അറിഞ്ഞിട്ടാണ് നമ്മളിവിടെ വരുന്നത്. ഞങ്ങൾ സ്ഥിരമായിട്ട് ഒരുപാട് വീഡിയോസും സ്റ്റോറിയൊക്കെ ചെയ്യുന്നതാണ്. അതെ, എന്നെ ആദ്യമായിട്ട് കാണാണ്, കണ്ടിട്ടില്ല. അതെ, എന്റെ എന്താ പറയാ. ഓക്കെ, അപ്പൊ എന്തായാലും സന്തോഷം. എന്തായാലും ഇപ്പൊക്കെ നേരിട്ട് കാണാൻ പറ്റില്ല. എന്തായാലും എല്ലാരും കാണാൻ പറ്റില്ല. ഇനി എന്തായാലും വീഡിയോ ആണ്. ഓക്കെ, വളരെ സന്തോഷം. അപ്പൊ എന്തായാലും ഇത്രയും നല്ലൊരു മൊമെൻ്റാണ് ഇവിടെ നടക്കുന്നത്. ഞങ്ങൾ ഇങ്ങനെ സ്ഥിരം ഒരുപാട് വീഡിയോസൊക്കെ ചെയ്യുന്നതാണ്. അപ്പോൾ എങ്ങനെ ഒരു യാത്രയിലാണ് ഞാൻ ഇദ്ദേഹത്തിൻ്റെ ഇൻസ്റ്റാ പേജ് വളരെ നന്നായിട്ട് ഫോളോ ചെയ്യുന്ന ഒരാളാണ്. എനിക്കും ആഗ്രഹം ഉണ്ടായിരുന്നു ഇങ്ങനത്തെ ഒരു വീഡിയോ ഇടണം. അപ്പോഴാണ് അറിഞ്ഞത് ഇങ്ങനെ ഒരു മൊമെൻ്റ് ഇവിടെ നടക്കേണ്ടത്. പക്ഷേ വേറെ ഉണ്ട്, ഫോട്ടോസോ കാര്യങ്ങളൊന്നും ഞാൻ അയച്ചു കൊടുത്തിട്ടില്ല. ഇവിടെ വന്നിട്ട് തന്നെ കേട്ടോ, ഞാൻ ഇതൊന്നും കണ്ടിട്ടില്ല. ഞാൻ ചോദിച്ചു എങ്ങനെയാണ് വീഡിയോ വെക്കുന്നത്, അപ്പോൾ ഇതൊന്നും എനിക്ക് അയച്ചു തന്നിട്ടുണ്ടായിരുന്നില്ല. ഞാൻ ആർക്കും ഇതുവരെ ഷെയർ ചെയ്തിട്ടില്ല സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. പക്ഷേ വന്നപ്പോൾ വർക്കേഴ്സിന് പോലും ഞാൻ ഫോട്ടോ എന്ന് പറഞ്ഞ സാധനം ഞാൻ ആർക്കും കൊടുത്തിട്ടില്ല. ആണല്ലേ, ഇപ്പൊ എല്ലാം കഴിഞ്ഞിട്ട് ലാസ്റ്റ് കയറിയ സർപ്രൈസ് എല്ലാവർക്കും. അപ്പൊ എന്തായാലും ഇനി അല്ല വേറെ ഉണ്ട്, ചേട്ടൻ ഇവിടെ വന്നപ്പം ചെട്ടിയില്ലേ. സത്യം തീർച്ചയായിട്ടും ഒരു വീഡിയോ വെച്ചു കൊടുക്കുന്നു. ഞാനിവിടെ വന്നു കഴിഞ്ഞപ്പോൾ നോക്കിയപ്പോൾ അടിപൊളി. പക്ഷേ കൊള്ളാം, നന്നായിട്ടുണ്ട്. ഇതിൻ്റെ ഉൾവശമൊക്കെ ഞങ്ങളിപ്പോൾ കാണിച്ചു തരാം. അടിപൊളിയായിട്ടുണ്ട്. എന്തായാലും എല്ലാം കൊണ്ടും നല്ല രീതിയിൽ നല്ല സന്തോഷമുള്ളൊരു മൊമെൻ്റാണ്. അപ്പോൾ എനിക്ക് എന്തായാലും ഇവിടെ എത്താൻ പറ്റിയത് നന്നായി. നാളെയല്ലേ നമ്മുടെ വീട്ടിലേക്ക് കയറണം. അപ്പോൾ എന്തായാലും എല്ലാവിധ ആശംസകളും ഇത് കണ്ടുകൊണ്ട് നിൽക്കുന്ന എല്ലാവരുടെയും പ്രാർത്ഥനയും സപ്പോർട്ടും രണ്ടുപേർക്കും ഏട്ടാ, ഈ ഫാമിലിക്കും നമ്മുടെ ഉല്ലാസേട്ടനും ഉണ്ടാവും. എല്ലാവരും ഇതേപോലെ സപ്പോർട്ട് കൊടുക്കണം. ഇങ്ങനെയുള്ള ആളുകളെയാണ് നമ്മൾ വെളിച്ചത്തേക്ക് കൊണ്ടുവരേണ്ടത്. ഒരുപാട് സന്തോഷം കേട്ടോ. ഞാൻ എന്തായാലും ഞങ്ങളോട് സംസാരിച്ച സംസാരത്തിന് ഞങ്ങൾ ഒത്തിരി നന്ദി. താങ്ക് യു. പിന്നെ ഒരു കാര്യം പറയാം, നമ്മൾ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ആരെങ്കിലും എന്ന് വെച്ചാൽ സാമ്പത്തികമായിട്ട് പിന്നോക്കം നിൽക്കുന്ന ആരും ഉണ്ടെന്നുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ നമ്പർ കൊടുക്കുക. ഉറപ്പായിട്ടും എല്ലാവരും ഇത് സാമ്പത്തികമായിട്ട് പിന്നോട്ട് നിൽക്കുന്ന അർഹതപ്പെട്ടവർ, നമ്മൾ സ്വയം തോന്നുന്ന അർഹതപ്പെട്ടവരാണ്, നമുക്ക് ഇതേപോലെ സഹായത്തിന് വേണ്ടിയിട്ട് ഇവരുടെ അടുത്തേക്ക് എത്തേണ്ടവരാണെന്ന് തോന്നുന്നവർ എന്തായാലും ഇതിൽ ഡീറ്റെയിൽസ് എല്ലാം കൊടുക്കുന്നുണ്ട്. അല്ലെങ്കിൽ യൂടെക് ഹോം സൊല്യൂഷൻസ് എൻ്റെ ഇൻസ്റ്റാ പേജും എല്ലാം കയറി നോക്കിയാൽ മതി. അതിൽ ഫുൾ ഡീറ്റെയിൽസ് ഉണ്ട്. അപ്പോൾ എന്തായാലും എല്ലാവരും കേട്ടോ ഇതേപോലത്തെ ആവശ്യമുള്ള ആരാണെങ്കിലും ബന്ധപ്പെടുക. അതിന് സെലക്ട് ചെയ്യുന്നവർക്ക് എല്ലാവർക്കും വെച്ചു കൊടുക്കാനുള്ള വർഷത്തിൽ ഒരെണ്ണേ ഉള്ളൂ. അപ്പോൾ ആ ഒരെണ്ണം അർഹതപ്പെട്ടവർക്ക് എത്രയും പെട്ടെന്ന് എത്തട്ടെ കേട്ടോ. ഓക്കെ, താങ്ക് യു സോ മച്ച്. എന്നാ ശരി കേട്ടോ അമ്മ. ഓക്കെ, ശരി. ശരിക്കും ഇപ്പം ഇങ്ങനെ വീടൊക്കെ വെച്ച് കൊടുക്കും. ഇത് ക്രൗഡ് ഫണ്ടിങ് അങ്ങനെ എന്തെങ്കിലും ഒക്കെയാണ്? അങ്ങനെയൊന്നുമില്ല. നമ്മുടെ സ്വന്തം അധ്വാനത്തിൽ നിന്നുണ്ടാകും. ഇതിനകത്ത് തുച്ഛമായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ മറ്റുള്ളവർക്ക് വേണ്ടി വിനിയോഗിക്കുന്നത് മാത്രമേ ഉള്ളൂ. ഇതിനകത്ത് പിന്നെ ഞാൻ പറഞ്ഞില്ല, നമ്മുടെ വർക്കേഴ്സ് തന്നെയാണ് മെയിനായിട്ട് നിൽക്കുന്നത്. അവരുടെ അകത്തുനിന്നും ഇപ്പം സാലറിയുടെ പകുതി സാലറി മേടിക്കുക. പിന്നെ പിന്നെ അവർ ഫുൾ ടീമായിട്ട് ഒരു ദിവസം വന്നിട്ട് നമുക്ക് മൊത്തത്തിലൊന്ന് തകർത്ത് ചെയ്തങ്ങ് പോകും. അങ്ങനെയാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. പിന്നെ നമ്മൾ അതുപോലെ തന്നെ നമ്മൾ മെറ്റീരിയൽ സ്ഥിരം എടുക്കുന്ന ഷോപ്പുകളായ VGC ബീന, ശക്തി ട്രേഡേഴ്സ്, 99 CRS, AR ഇലക്ട്രിക്കൽ, ഇവിടുന്ന് എല്ലാം നമുക്ക് അവർക്കും ലാഭം ഇല്ലാത്ത രീതിയിൽ എനിക്ക് സാധനങ്ങൾ തന്നിട്ട് തരും. അവർ ലാഭം കൊടുക്കാതെ ആ പ്രൊഡക്റ്റ് അതുപോലെ തന്നെ അവരുടെ എന്താ വെച്ചാൽ മുതലെടുത്തിട്ട് ആ രീതി എനിക്ക് തരുന്നുണ്ട്. നമ്മളിത് അറിയാവുന്നത് കൊണ്ട് ശരി, അങ്ങനെ എല്ലാം കൊണ്ടാണ് നമ്മളിത് ചെയ്യുന്നത്. എല്ലാവരും അങ്ങനത്തെ ഒരു സപ്പോർട്ട് നമുക്കുണ്ട്. ഇപ്പൊ ശരിക്കും ഇപ്പൊ തറ കെട്ടുന്ന മുതലാണെങ്കിൽ അവിടെ തൊട്ട് നമ്മുടെ ടീം തന്നെയാണ് ഇത് എല്ലാം ഏറ്റെടുക്കുന്നത്. കല്ലിടുന്നത് തൊട്ട് ഇപ്പൊ രവിടം പറഞ്ഞായിരുന്നു ഇവിടെ മൊത്തം കാടായിരുന്നു, ഇതൊക്കെ വെട്ടിത്തെളിച്ചാണ്. നമ്മൾ തന്നെ വെട്ടിത്തെളിച്ച് അന്നേരം തന്നെ ചെയ്താണ്. ഒറ്റ ദിവസം കൊണ്ടാണ് കല്ലിട്ടിട്ട് നമ്മൾ ഫൗണ്ടേഷൻ സെറ്റ് ചെയ്ത് ഒറ്റ ദിവസം കൊണ്ടാണ് എല്ലാം ചെയ്തത്. ഇതിപ്പോ ഞാൻ പറയട്ടെ, ഇപ്പൊ നമ്മളിപ്പോ ഒരു വീട്, ഇതിപ്പോ പലരുടെയും ഡൗട്ടാണ്, ഇതിപ്പോ എത്ര ലക്ഷം രൂപയുടെ ഒരു ചെലവ് വന്നിട്ടുണ്ടാവും? അത് പറയുന്നത് ഓക്കെ, ഒന്ന് പോട്ടെ. നമ്മളൊരു ചുരുങ്ങിയ
എന്തായാലും മറ്റുള്ള വീടുകളെ അപേക്ഷിച്ച് ഒരു ചുരുങ്ങിയ ചിലവിലാണ് ഇത്രയും നല്ലൊരു വീട് ഉണ്ടാക്കി കൊടുക്കുന്നത്. ഇത് പലർക്കും അവർക്കുള്ളൊരു ഇൻഫർമേഷൻ ആട്ടോ. കാരണം പലർക്കും ഇത് ആഗ്രഹം ഉണ്ടാവും, പലർ അങ്ങനെ ആഗ്രഹമുള്ളവർക്ക് ഒരു ഡൗട്ടും ഉണ്ടാവും. അപ്പോൾ ഇത്ര ചുരുങ്ങിയ ചിലവിൽ ഇത്ര മനോഹരമായ വീട് വെക്കുമ്പോൾ അതിനുള്ള ആ ഒരു അടച്ചുറപ്പ്, അത് ക്വാളിറ്റി, ആ ഒരു ഇവിടെ നമ്മൾ നമ്മുടെ കട്ടളകളെല്ലാം സ്റ്റീലാണ് ചെയ്തിരിക്കുന്നത്. ജനൽ സ്റ്റീലാണ്. ഈ ഒരു പിന്നെ അടുക്കളയുടെ ഒരു വിൻഡോ മാത്രമേ ഉള്ളൂ നമ്മൾ തടി ചെയ്തേക്കുന്നത്. എല്ലാം സ്റ്റീൽ തന്നെയാണ്. സ്റ്റീൽ തന്നെയാണ്. നല്ല സ്റ്റീൽ 30 വർഷം വാറണ്ടി ഉള്ളതാണ്. 30 വർഷം വാറണ്ടി ഉള്ളതാണ്. നല്ല അടച്ചുറപ്പ് കാര്യങ്ങളൊക്കെയുള്ള കാർഡിന്റെ വയറാണ് യൂസ് ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ സ്വിച്ചസ് ആയാലും ക്രാഫ്റ്റ് എല്ലാം ബ്രാൻഡ്. റൂഫിംഗ് എന്തിന്? റൂഫിംഗ് നമ്മൾ ഒരു ഷീറ്റാണ്, പക്ഷെ ഇതിന് ചൂടില്ലാത്ത ആ രീതിയിലുള്ള ഷീറ്റാണ്. പിന്നെ അകത്ത് നമ്മൾ ജിപ്സം സീലിംഗും ചെയ്തിട്ടുണ്ട്, അതും ചെയ്ത് കൊടുക്കുന്നുണ്ട്. എല്ലാ സൗകര്യങ്ങളും കൂടിയിട്ട്. ഇപ്പോൾ ഇതിപ്പോൾ ഒരു 1 BHK അല്ലേ? അതെ, 1 BHK. ഇതിലിപ്പോൾ അത്യാവശ്യം ഇപ്പോൾ അറ്റാച്ച്ഡ് ബാത്റൂം ഉണ്ട്, കിച്ചൺ ഉണ്ട്, എല്ലാ സൗകര്യങ്ങളും. ഒരു ഓപ്പൺ കിച്ചൺ ഉണ്ട്. അതെ, നമ്മൾ അവർക്കൊരു ആഗ്രഹം കാണാം, ഒരു ഓപ്പൺ കിച്ചൺ വേണമെന്നുള്ള ആഗ്രഹം. ആ രീതിയിൽ തന്നെ നമ്മൾ ചെയ്തു. ഈ പ്ലാനൊക്കെ ആരുടെയാണ്? ഇപ്പൊ ഈ ചെറിയ സെറ്റപ്പിൽ തന്നെ ഇത്രയും നല്ല മനോഹരമായിട്ട് നമുക്ക് എഞ്ചിനീയേഴ്സ് ഉണ്ട്, ആർക്കിടെക്റ്റും എല്ലാം നമുക്കുണ്ട്. കാരണം ഇതിന്റെ ഓരോ കോർണറും കറക്റ്റ് ആയിട്ട് യൂസ് ചെയ്തിട്ടുണ്ട്. സിങ്ക് വന്നേക്കുന്നതാണെങ്കിലും നമ്മൾ ഏകദേശം ഒരു ഐഡിയ അവർക്ക് പറഞ്ഞു കൊടുക്കുമ്പോൾ അവർ ആ ഒരു രീതി എനിക്ക് വരച്ച് അവർ ശരി അങ്ങനെ ചെയ്യുന്നതാണ്. ഇപ്പോൾ നമുക്കിപ്പോൾ ഒരു കസ്റ്റമർ വരികയാണെങ്കിൽ അവരുടെ ഐഡിയയും കൂടി നമ്മൾ മിക്സ് ചെയ്തിട്ട് വരച്ചു കൊടുക്കും, നോക്കിയിട്ടാണ് ചെയ്ത് കൊടുക്കുന്നത്. ഇപ്പം നമുക്കൊരു പഞ്ചായത്ത് വീട് പോയി 400 സംതിങ് സ്ക്വയർ ഫീറ്റ് വീട് ചെയ്യാൻ വരുമ്പോൾ നമ്മളൊരു 7-7.5 ലക്ഷം രൂപയ്ക്ക് നമ്മൾ ഫുൾ ഫിനിഷ് ചെയ്ത് പുട്ടിയൊക്കെ ഇട്ട് പെയിന്റ് അടിച്ച് ലൈറ്റിംഗ് എല്ലാം കൂടെ സെറ്റ് ആക്കി നമ്മൾ കൊടുക്കും. എല്ലാം കൊടുക്കും. അങ്ങനെയാണ് മൊത്തത്തിൽ തറ കെട്ടുന്ന തൊട്ട് മൊത്തം ചെയ്ത് നമ്മൾ കൊടുക്കും. താക്കോല് കൂട്ടി താക്കോല് കൈ കൊടുക്കും. സാധനം തന്നെ ചെയ്ത് കൊടുക്കും. ഇനി അതിനകത്ത് എന്തൊക്കെ വർക്ക് നമ്മൾ പെയിന്റിങ്ങിന്റെ ചെയ്യാം, അതും ഇതെല്ലാം നമ്മൾ ചെയ്ത് കൊടുക്കും. ഞാൻ ഉദ്ദേശിക്കുന്ന വേറെ ഒന്നുമില്ല, ലാഭമൊന്നുമില്ല. ഇത് കണ്ടിട്ട് ഇതിനേക്കാളും വലുത് വന്നം. അതാണ് ചെറിയ മീൻ ഇട്ടിട്ട് വലിയ മീനെ പിടിക്കുന്നത്. വേറൊരു കാര്യം, ഇപ്പൊ നമുക്കൊരു ലാൻഡ് കാണിച്ചു തന്നു കഴിഞ്ഞാൽ, ഇപ്പം എനിക്കൊരു ലാൻഡ് ഉണ്ട്, അത് ചിലപ്പോൾ പല ഷേപ്പിലായിരിക്കും കിടക്കുന്നത്. ഈ ലാൻഡ് കാണിച്ചു തന്നു കഴിഞ്ഞാൽ ആ ലാൻഡിനകത്ത് വരുത്താവുന്ന രീതിയിലൊരു വീടിന്റെ ഒരു സ്കെച്ച് നിങ്ങൾ വരച്ചു കൊടുക്കും. മൊത്തത്തിൽ സെറ്റ് ചെയ്ത് അത് നമ്മുടെ വാസ്തുപ്രകാരം കോൽ കണക്കിൽ തന്നെയാണ് നമ്മൾ ചെയ്ത് വരച്ചു കൊടുത്ത് ഒരു ബുദ്ധിമുട്ട് വരരുത്. അതേപോലെ തന്നെ വീട് പണിത് സെറ്റാക്കി കൊടുക്കുകയും 3D എടുക്കേണ്ടവർക്ക് 3D എടുക്കും. ചെല്ല് വന്നിട്ട് പറയും ഉല്ലാസം 3D ഒന്നും വേണ്ട, നിന്റെ വീഡിയോ കണ്ടിട്ടുണ്ട്, നിന്റെ ഒരു ഐഡിയ ചെയ്തോളാൻ പറയും. അങ്ങനെ വിട്ട് വരുമ്പോൾ നമ്മുടെ ഒരു രീതി ചെയ്യാൻ പറ്റും. ഈ കിണറൊക്കെ ഇതിൽ പെട്ടാണോ? അല്ലല്ല, കിണർ സെപ്പറേറ്റ് ഉണ്ടായിരുന്നു. ഓക്കെ ഓക്കെ. നമ്മളിത് ഇവിടെയുള്ള നാട്ടുകാരായാലും വീട്ടുകാരായാലും ആര് പറഞ്ഞില്ല ഇങ്ങനൊരു സംഭവമാണ് മനസ്സിൽ പോകുന്നതെന്ന്. ഞാൻ കുറച്ചുകൂടി ഇത് താഴോട്ടേക്കിട്ടൊരു എന്താ പറയുക, നമ്മുടെ മറ്റൊരു വീടുണ്ടല്ലോ ഇങ്ങനെ കൂര ചെയ്യാനാണ് ഉദ്ദേശിച്ചത്. അങ്ങനെ ചെയ്യുമ്പോഴത്തേക്ക് അവിടെ രവിചേട്ടന് ഹൈറ്റ് ഉള്ളതുകൊണ്ട് തല തട്ടുന്ന ഒരു സംഭവം ഉള്ളതുകൊണ്ടാണ് ഞാൻ അങ്ങനെ മാറ്റി ഇങ്ങനെ ആക്കിയത്. ഇതിനു മുമ്പ് 2 വീട് പണിത് കൊടുത്ത ആർക്കായിരുന്നു? അത് നമ്മൾ ആലപ്പുഴയുള്ള ഒരാൾക്കായിരുന്നു, പിന്നെ വേറൊരു ക്യാൻസർ പേഷ്യൻ്റ് ആയിരുന്നു. ഓക്കെ. ഇപ്പൊ പുതിയത് കൊടുക്കാൻ പോകുന്ന ആർക്കാ? പുതിയ കൊടുക്കാൻ പോകുന്നത് തീരുമാനിച്ചിട്ടില്ല, കുറെ എൻക്വയറി വരുന്നുണ്ട്. അപ്പോൾ ഈ വീഡിയോക്കകത്തുനിന്ന് എൻക്വയറി ഇല്ല, അതിൽ നിന്നെല്ലാം തെരഞ്ഞെടുത്തിട്ട് നമ്മളിപ്പോൾ ഇതൊക്കെ സ്റ്റാർട്ട് ചെയ്യത്തുള്ളൂ. എല്ലാ കാര്യങ്ങളും നോക്കിയിട്ട് അതിൻ്റെ അനുസരിച്ച് ചെയ്തു. ശരി ശരി. ഇപ്പം എന്തായാലും ഇത്രയും വലിയൊരു കാര്യമാണ് നിങ്ങൾ ചെയ്യുന്നത്. എന്തൊക്കെ ഫാമിലിയുടെ സപ്പോർട്ടും വലുതായിട്ടുണ്ട്. അതെ. ഇപ്പം ശരിക്കും നമ്മൾ ഇത് ഞാൻ ചോദിക്കാൻ കാരണം, നമ്മൾ ഈ വന്നത് മറ്റേ രവിയേട്ടൻ്റെ കഥ ചോദിക്കാൻ വേണ്ടിയിട്ടാണ്. പക്ഷെ ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, ഞാൻ നിങ്ങളുടെ ഇൻസ്റ്റ കുറച്ച് കാലങ്ങളായിട്ട് ഫോളോ ചെയ്യുന്നതാണ്. അപ്പോൾ ഒരുപാട് ആളുകൾക്ക് ഉപകാരപ്രദമായിട്ടുള്ള രീതിയിലുള്ള വീടാണ് ഈ കാണുന്നത്. കാരണം വളരെ ചുരുങ്ങിയ ചിലവിൽ വളരെ മനോഹരമായിട്ടുള്ള വീടാണ്. 2 സെന്റ് ഉണ്ടെങ്കിൽ ഇതുപോലെ ചെയ്യാൻ പറ്റും. 2 സെന്റ് ഉണ്ടെങ്കിൽ ഇതുപോലത്തെ ഒരു വീട്, നല്ല മനോഹരമായിട്ടുള്ള വീട് നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്ക് എന്താ പറയുക, വീട് വെച്ചിട്ട് കടം കയറി എന്നുള്ളൊരു പ്രശ്നം വരരുത്, പൈസ ബാക്കി വരും. അപ്പൊ നമ്മുടെ അടുത്തോട്ട് ഒരു ക്ലയന്റ് ഒരു 30 ലക്ഷം രൂപയുടെ വീട് ചോദിച്ച് വരുവാണെങ്കിൽ അത് 3 ബെഡ്റൂം ഒക്കെ 2 നിലയൊക്കെ ചോദിച്ചായിരിക്കും വരുന്നത്. ഞാനതൊരു 20 ലക്ഷം രൂപയ്ക്ക് ഒരു 3 ബെഡ്റൂം താഴെ തന്നെ ചെയ്ത് ക്ലിയർ ആക്കി സെറ്റായി കൊടുക്കും. അവർ തമ്മിൽ എന്നും നമ്മളിപ്പോൾ സംസാരിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യാൻ കുഴപ്പമില്ല. കാര്യത്തിലായിരിക്കും ഏറ്റവും കൂടുതൽ ആ ഒരു കാര്യം എൻ്റെ ഇതുവരെ ഉണ്ടായിട്ടില്ല. പിന്നെ നമ്മുടെ കൂടെ നിന്നിട്ട് ഓരോരുത്തർ പണി പഠിച്ചിട്ട് പോയിട്ട് നമുക്കിട്ട് കുതിരയാല് വെട്ടുന്നുണ്ട്, അത് വേറൊരു വഴി. എന്നാലും നമുക്ക് അത് എല്ലാ മേഖലയിലുള്ളതാണ്. അപ്പോൾ എന്തായാലും ഉല്ലാസേട്ടാ, ഒരുപാട് പേർക്ക് ഉപകാരപ്രദമായിട്ടുള്ള ഒരു സംഭവമാണിത്. അതുകൊണ്ടാണ് ഇതിപ്പോൾ ഈ ഒരു സെക്ഷൻ എടുത്ത് പറയാൻ കാരണം. അല്ലെങ്കിൽ ചിലർ പറയും എന്താണെന്നറിയോ, പിന്നെ കുറഞ്ഞ ടൈലും കാര്യങ്ങളും ഇട്ട് അങ്ങനെ ഇങ്ങനെയൊക്കെ പറയും. ഇവിടെ നമ്മൾ ഇട്ടേക്കുന്നത് സെറയുടെ ടൈലുണ്ട്, ജോൺസന്റെ ടൈലും എല്ലാം നമ്മൾ ചെയ്തിട്ട് എല്ലാം ക്വാളിറ്റി വയറിംഗ് ഷോപ്പിന് നമ്മുടെ ഈരയിൽ
ടൈലല്ല ഈരിയൽ ടൈല്, അതായത് ഐഷ മാർബിൾസ് എന്നൊക്കെയാണ് നമ്മൾ ടൈൽ. ശരി. ഓക്കെ, അപ്പോൾ എന്തായാലും വളരെ വളരെ സന്തോഷം. ഉല്ലാസേട്ടനും ഈ യൂടെക് ഹോം സൊല്യൂഷൻസും ഒരുപാട് വിവരങ്ങളിലേക്ക് എത്തട്ടെ. അതായത് ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരുടെയും പ്രാർത്ഥനയും സപ്പോർട്ടൊക്കെ ഉണ്ടാവും. അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലത്തെ വീട് ആവശ്യമുണ്ടെങ്കിൽ യൂടെക് ഹോം സൊല്യൂഷൻസ് നിങ്ങൾ എന്തായാലും പേജൊക്കെ കയറി ഷെയർ ചെയ്യണം. ഇതൊരു പരസ്യമായിട്ട് വന്നതല്ല, പക്ഷേ ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ ഇത് ആളുകൾക്ക് എത്തിക്കാൻ തോന്നി. കാരണം ഓക്കെ, ഒരുപാട് വിവരങ്ങൾക്ക് എത്തട്ടെ കേട്ടോ. കാരണം നിങ്ങളൊക്കെ വലുതായാലാണ് ഇതുപോലത്തെ രവിയേട്ടനെ പോലത്തെ ഒരുപാട് ആളുകൾക്ക് സഹായപ്രദമാണ്. പിന്നെ ആലപ്പുഴ, പത്തനംതിട്ടയൊക്കെ നമ്മൾ ചെയ്യുന്നുണ്ട്. പിന്നെ യൂട്യൂബ് ഹോം സൊല്യൂഷൻ സ്ഥാപനം ഇതിന്നും വലുതാവണമെന്നാണ് ആഗ്രഹം. ഉറപ്പായിട്ടും. ഓക്കെ, അപ്പോൾ എന്തായാലും താങ്ക് യു സോ മച്ച്. കണ്ടതിൽ വളരെ സന്തോഷം കേട്ടോ. ഓക്കെ, താങ്ക് യു.